السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മേൽ അവർക്കില്ലാത്ത വാദങ്ങൾ ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി സമസ്തക്കാരായ കുബൂരികളായ ആളുകൾ നടത്തുന്ന, അവരിലെ ചില വിഡ്ഢികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കുപ്രചരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കുപ്രചരണമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, നമ്മുടെ എതിരാളികൾ നമ്മെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന, അവർ എഴുതിവിടുന്ന ആരോപണങ്ങൾ വായിച്ച് നാം മറുപടി പറയുന്ന ഭാഗം എടുത്ത്, അതിൽ നമ്മൾ മറുപടി പറയുന്ന ഭാഗം കട്ട് ചെയ്ത് അവരുടെ പത്രത്തിൽ നമ്മളുടെ മേൽ ദുരാരോപണം നടത്തിയ ഭാഗം വായിക്കുന്നത്, അതുമാത്രം കേൾപ്പിച്ച് നമ്മുടെ വാദമാക്കി അവതരിപ്പിക്കുക എന്ന ഹീനമായ പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പോഴത്തെ ജിന്ന് ചിന്തകൾ ഇങ്ങനെ സംഗ്രഹിക്കാം. നമ്മുടെ വിശ്വാസം പറയാണ്, ജിന്ന് നമ്മുടെ കിടപ്പറയിലടക്കം എല്ലായിടത്തും ഉണ്ടാകും. അവരെ നോവിക്കാതെ നോക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതിനാൽ എല്ലാ കാര്യങ്ങളും ജിന്നുകളോട് പറഞ്ഞ് നമുക്ക് ചെയ്തുകൂടൂ. ചൂടുവെള്ളം പുറത്തേക്കൊഴിക്കുമ്പോഴും, കസേരകളോ മേശകളോ മാറ്റിയിടുമ്പോഴും, തെങ്ങിൽ നിന്ന് തേങ്ങയിടുമ്പോഴും, കാട് വെട്ടുമ്പോഴുമൊക്കെ ആദ്യം ജിന്നുകളോട് പറയണം. മേശ വലിച്ചടക്കുമ്പോൾ ജിന്നുകളുടെ കൈപ്പടം കുടുങ്ങാതെ നോക്കണം. ഇനിയോ, ജിന്ന് മനുഷ്യരൂപം പ്രാപിച്ച് ആൾമാറാട്ടം നടത്തും. ഭർത്താവില്ലാത്ത സമയം നോക്കി ഭാര്യമാരുടെ അടുത്ത് ഭർത്താവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ ചാരിത്ര്യം കവരും. സന്താനോൽപാദനവും നടക്കും. ഈ ക്ലിപ്പിൽ എന്താണിപ്പോൾ നിങ്ങൾ കേട്ടത്? ജിന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുജാഹിദുകൾക്കില്ലാത്ത കുറേ വാദങ്ങൾ, തനിച്ച നുണകൾ നമ്മുടേതായ വാദമായി ഇവിടെ ഈ ക്ലിപ്പിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ഉള്ളവൻ 2012 നടത്തിയ, വർഷമെത്രയായി എന്നോർക്കണം, 2012 നടത്തിയ ഇവരുടേതായ ഒരു പ്രസിദ്ധീകരണം, അഥവാ കുബൂരികളുടെ പത്രമായ സിറാജ് എന്ന് പറയുന്ന AP സമസ്തക്കാരുടെ ദിനപത്രമാണ് സിറാജ്. പച്ചക്കള്ളം ആവർത്തിച്ചാവർത്തിച്ച് പലപ്പോഴും മുജാഹിദുകളുടെ മേൽ എഴുതപ്പെടുന്ന ആ പത്രത്തിൽ, ആ കാലഘട്ടത്തിൽ 2012 മുജാഹിദുകളുടെ മേൽ ചില ഇല്ലാത്ത വിശ്വാസങ്ങൾ വെച്ചുകെട്ടി പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഏതോ ചില ശത്രുക്കൾ അവരുടേതായ സിറാജ് എന്ന് പറയുന്ന പത്രത്തിലേക്ക് എഴുതിക്കൊടുത്ത ആ റിപ്പോർട്ട് അവർ സിറാജിലൂടെ പ്രചരിപ്പിക്കുകയാണ്. അത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഈ ഉള്ളവൻ അന്നത്തെ ഒരു പ്രഭാഷണത്തിൽ ആയിരങ്ങളുടെ മുമ്പിൽ വെച്ച് ഇവർ സിറാജിൽ എഴുതിവിട്ട നമ്മുടെ മേലുള്ള ആ ആരോപണം വായിച്ച് കേൾപ്പിച്ച് അതിൻ്റെ വസ്തുത ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഭാഗമാണ് ഇവർക്ക് കട്ടുമുറിക്കുവാൻ ഇവർ കണ്ടെത്തിയിട്ടുള്ള ഒരു കുതന്ത്രം. ഇത്രത്തോളം വിഡ്ഢികളായി പോയല്ലോ ഇവർ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കട്ടെടുത്ത് കഴിഞ്ഞാൽ അത് പിന്നീട് കണ്ടുപിടിക്കപ്പെടും എന്നുള്ള ചിന്ത പോലും ഇവർക്കില്ലാതെയായല്ലോ. അത് കണ്ടുപിടിക്കരുത് എന്ന നിലയ്ക്ക് ഇവർ ഓഡിയോ ക്ലിപ്പ് മാത്രമാണ് എല്ലായിടങ്ങളിലും ഇത് സംബന്ധമായി പ്രചരിപ്പിക്കാറുള്ളത്. എന്നാൽ നമ്മളത് കണ്ടെത്തി അതിൻ്റെതായ വസ്തുത സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കാനാണ് ഈ സംസാരത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ കേൾപ്പിച്ച ക്ലിപ്പിൻ്റെ വസ്തുത എന്താണെന്നും, അതാര് പറഞ്ഞതാണെന്നും, എവിടെ എഴുതിയതാണെന്നും, എന്താണതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യമെന്നും 2012 അതേ പ്രഭാഷണത്തിൽ തന്നെ ഈ ഉള്ളവൻ വിശദീകരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് കേൾക്കാം. കുബൂരികളുടെ പത്രത്തിൽ നിന്ന് നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് പ്രിയമുള്ളവരെ. മിഞ്ഞാന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു പത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഈ പത്രം എല്ലാ ഖബറാരാധനയുടെയും പ്രോത്സാഹനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന AP ഭാഗത്തിന്റെ പത്രമാണ്.
സർവരൂപത്തിലുള്ള ജിന്ന് ചികിത്സകൾക്കും അതുപോലെ തന്നെ ജിന്നിൻ്റെതായ കാര്യങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചവരായ ഖുബൂരികളുടെ പത്രമാണ്. അവരാണ് പറയുന്നത്. സിറാജുകാർക്ക് എന്ത് നുണയാ പറയാൻ കഴിയാത്തത്? എന്തും അവർക്ക് പറഞ്ഞുകൂടെ? ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഈ ഉള്ളവൻ ഷാർജയിൽ വെച്ചൊരിക്കൽ ഒരു റമദാനിൽ ഒരു മാസം 17-നോടനുബന്ധിച്ചുകൊണ്ട്, ബദർ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് സമൂഹത്തെ ഉത്ബുദ്ധരാക്കുവാൻ വേണ്ടി ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പദ്യശകലങ്ങൾ ഇന്ന് മുസ്ലിമീങ്ങളെന്ന് പറയുന്നവർ ചൊല്ലുന്നുണ്ടെന്നും അത് തെറ്റാണെന്നും ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ലെന്നും ബദർമാലയിലെയും മറ്റും ചില കവിതാശകലങ്ങൾ എടുത്തുകൊണ്ട് ഷാർജയിലെ ഒരു മസ്ജിദിൽ വെച്ച് പ്രസംഗം നടത്തിയപ്പോൾ നൂറുകണക്കിന് ആളുകൾ പ്രസംഗം കേട്ടു. ആ പ്രസംഗം ശ്രദ്ധിച്ചവരാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഓർമ്മ വരികയാണ്. എന്നാൽ പിറ്റേന്ന് അന്നത്തെ സിറാജിൽ ഒരു വലിയ റിപ്പോർട്ട് കണ്ടു. എന്തായിരുന്നു റിപ്പോർട്ടിന്റെ തലക്കെട്ട്? സലഫിക്കും വേണം ബദരീങ്ങൾ, സലഫിക്കും വേണം ബദരീങ്ങൾ എന്നായിരുന്നു ഹെഡിങ്. വായിച്ചു നോക്കുമ്പോൾ അതാ ആ ലേഖകൻ എന്താ പറയുന്നത്? ഷാർജയിലെ മസ്ജിദിൽ വെച്ച് ഹുസൈൻ സലഫി ബദരീങ്ങളുടെ പോരിശ പാടിയിട്ട്, നിങ്ങൾ ഏത് പ്രതിസന്ധി വന്നാലും ബദരീങ്ങളെ വിളിച്ചോ എന്ന് മാല പാടിക്കൊണ്ട് ഹുസൈൻ സലഫി സമൂഹത്തെ ഉത്ബുദ്ധരാക്കി. മനസ്സിലാക്കണം, എത്ര വലിയ കളവാ നിരത്തിയത്. അപ്പൊ എന്നും കളവ് പറഞ്ഞ് ശീലമുള്ള ഒരു പത്രമാണല്ലോ ഈ സിറാജ്. മിഞ്ഞാന്നിറങ്ങിയ പത്രത്തിലാണ് സഹോദരന്മാരെ, ഒക്ടോബർ 5-ന് ഇറങ്ങിയിട്ടുള്ള പത്രം. ആ പത്രത്തിൽ അയാളതാ കൊടുക്കുന്ന ഒരു പച്ച നുണ നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ ശരിക്കും പഠിച്ചു മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനത്തെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ, ഈ പ്രസ്ഥാനത്തിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ദുശക്തികൾ അതാ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. കേട്ടോ നിങ്ങൾ ഇതിലുള്ള വരികൾ. ഈ ആദർശം മുജാഹിദുകൾക്കുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. കേട്ടോ അയാളെന്താണ് എഴുതിവിടുന്നത്? ഇപ്പോഴത്തെ ജിന്ന് ചിന്തകൾ ഇങ്ങനെ സംഗ്രഹിക്കാം. നമ്മുടെ വിശ്വാസം പറയാണ്, ജിന്ന് നമ്മുടെ കിടപ്പറയിലടക്കം എല്ലായിടത്തും ഉണ്ടാകും. അവരെ നോവിക്കാതെ നോക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതിനാൽ എല്ലാ കാര്യങ്ങളും ജിന്നുകളോട് പറഞ്ഞ് നമുക്ക് ചെയ്തുകൂടൂ. ചൂടുവെള്ളം പുറത്തേക്കൊഴിക്കുമ്പോഴും കസേരകളോ മേശകളോ മാറ്റിയിടുമ്പോഴും തെങ്ങിൽ നിന്ന് തേങ്ങയിടുമ്പോഴും കാട് വെട്ടുമ്പോഴുമൊക്കെ ആദ്യം ജിന്നുകളോട് പറയണം. മേശ വലിച്ചടക്കുമ്പോൾ ജിന്നുകളുടെ കൈപ്പടം കുടുങ്ങാതെ നോക്കണം. ഇനിയോ ജിന്ന് മനുഷ്യരൂപം പ്രാപിച്ച് ആൾമാറാട്ടം നടത്തും. ഭർത്താവില്ലാത്ത സമയം നോക്കി ഭാര്യമാരുടെ അടുത്ത് ഭർത്താവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ ചാരിത്ര്യം കവരും. സന്താനോൽപാദനവും നടക്കും. ഓ ഖുബൂരികളെ, ഈ സമുദായത്തിന്റെ ചോര കുടിച്ച് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രബോധനത്തെ മുക്കിലാക്കി അരിക്കിലാക്കി വടക്കാക്കി നശിപ്പിക്കാമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നിങ്ങൾ അതേ എന്തെല്ലാം കളവുകളാ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. കേട്ടല്ലോ, ഇപ്പൊ വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് വസ്തുത എന്ന്. തനിച്ച ജൂതന്റെ പരിപാടിയാണിത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ജൂതന്മാരുടെ ഒരു സ്വഭാവം പറയുന്നുണ്ട്. വഖാലു, അവർ പറഞ്ഞു. അതാണ് ആയത്തിന്റെ തുടക്കം. എന്താണ് തുടക്കം? അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ യഹൂദികളും നസ്രാനികളും ഒക്കെ പറഞ്ഞു, ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, സ്വർഗത്തിൽ യഹൂദികളോ നസ്രാനികളോ ആയിട്ടുള്ളവരല്ലാതെ പ്രവേശിക്കുകയേയില്ല എന്ന് യഹൂദികളും ക്രിസ്ത്യാനികളും പറയുന്നു. ശേഷം അല്ലാഹു അതിന് മറുപടി പറയുന്നുണ്ട്, തിൽക അമാനിയുഹും, അത് അവരുടെ പൂതി മാത്രമാണ്. എന്നിട്ട് അല്ലാഹു തുടർന്നുകൊണ്ട് പറഞ്ഞു, ഖുൽ, നബിയെ പറയൂ, ഹാതു ബുർഹാനക്കും, നിങ്ങളുടെ തെളിവുകൾ നിങ്ങൾ കൊണ്ടുവരൂ, ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ എന്ന്. ഇവിടെ യഹൂദികൾ എന്ത് ചെയ്യാറ് പതിവുണ്ട്? വഖാലു എന്ന തലഭാഗം വെട്ടിമാറ്റും. അവസാനം തിൽക്കാമാനിയും എന്നതിൻ്റെ ശേഷമുള്ള ഭാഗവും അവർ വെട്ടിമാറ്റും. എന്നിട്ട് ഇതാ ഖുർആൻ പറഞ്ഞിരിക്കുന്നു, യഹൂദിയും നസറാനിയുമായുള്ളവരല്ലാതെ സ്വർഗത്തിൽ കടക്കൂല എന്ന് ഖുർആനിൽ തന്നെയുണ്ട് എന്ന്. ഇതേ വേലയാണ്, തനിച്ച ജൂതന്റെ ആ സംസ്കാരമാണ് നമ്മുടെ നാട്ടിലെ ഈ ഖുബൂരികളും ഇപ്പോൾ ഈ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സമസ്തക്കാരുടെ ഒരു പ്രത്യേകമായ പകയും വിദ്വേഷവും നിറഞ്ഞുള്ള
സന്ദർഭത്തിൽ എന്ന വാചകങ്ങൾ അടർത്തിയെടുത്തുകൊണ്ടുള്ള കുപ്രചരണം ആളുകൾ തിരിച്ചറിയണമെന്ന് സത്യാന്വേഷികളായ ആളുകളുടെ മുമ്പിൽ ഈ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി തന്നെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും കള്ളവാദികളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.